ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 31-32 തിരുവചനങ്ങളിൽ ഈശോ നമ്മോട് പറയുന്നുണ്ട് സത്യം എങ്ങനെയാണ് നമ്മളെ സ്വതന്ത്രരാക്കുകയെന്ന്. തന്നിൽ വിശ്വസിച്ച യഹൂദരോട് അവിടുന്ന് പറയുന്നു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നമ്മൾ ഓരോരുത്തരും യേശുക്രിസ്തുവിനെ തിരിച്ചറിയാൻ വിളിക്കപ്പെട്ടവരാണ്. ക്രിസ്തുമാർഗത്തിൽ പുരോഗമിക്കുന്നവരാണ്. സത്യമായ യേശു നമ്മിൽ പ്രകാശിക്കേണ്ടതുണ്ട്. ആ പ്രകാശം നമ്മളെ സ്വതന്ത്രരാക്കേണ്ടതാണ്. സ്വാതന്ത്ര്യം എന്നത് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഭയാശങ്കകളില്ലാതെ ക്രിസ്തുവിൽ ജീവിതം നയിക്കാനുള്ള ശേഷിയാണ്. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമുക്ക് പല സങ്കല്പങ്ങളുണ്ട്. രാഷ്ട്രീയമായും സാമൂഹ്യമായും ഒക്കെയുള്ള സ്വാതന്ത്ര്യങ്ങൾ നമുക്കറിയാം. യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം അജ്ഞതയിൽ നിന്നുള്ള മോചനമാണ്. ക്രിസ്തുവാകുന്ന സത്യത്തെ തിരിച്ചറിയുകയും അവൻ നമുക്ക് കാട്ടിത്തന്ന വഴിയിലൂടെ മുന്നേറുകയും ചെയ്യാൻ കഴിയുമ്പോഴാണ് നാം പരിപൂർണതയിലേക്ക് പ്രവേശിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, പരമമായ ലക്ഷ്യം ക്രിസ്തുവിൽ എത്തിച്ചേരുകയാണ്. പിതാവിൻ്റെ സന്നിധിയിൽ വ്യാപരിക്കാൻ ശേഷിയുള്ളവരാക്കുകയാണ്. നാം അറിയുന്ന പല കാര്യങ്ങളും സത്യമെന്ന് കരുതി വിശ്വസിക്കുന്നവയും പലപ്പോഴും അർദ്ധസത്യങ്ങളോ അസത്യങ്ങളോ തന്നെയായി മാറിയേക്കാം. വിശ്വാസ വഴി പുരോഗമിക്കുന്നതിനിടയ്ക്ക് നാം കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന പല കാര്യങ്ങളും വിശ്വാസവിരുദ്ധമായവയും സത്യമാർഗത്തിൽ നിന്ന് നമ്മെ അകറ്റുകയും ചെയ്യുന്നവയാണ്. പ്രത്യേകിച്ചും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന പ്രഘോഷണങ്ങൾ ബെല്ലും ബ്രേക്കുമില്ലാതെ തങ്ങളുടെ അനുഭവങ്ങളുടെ, വൈയക്തികമായ ചിന്തകളുടെ, വികാരങ്ങളുടെയൊക്കെ പുറത്ത് നടത്തുന്നവയായി മാറിപ്പോകുമ്പോൾ യഥാർത്ഥ വഴിയിൽ നിന്ന് നാം വ്യതിചലിച്ചു പോകും. നാം കാണുന്ന പല പ്രഘോഷണങ്ങളും പഴയ നിയമ കേന്ദ്രീകൃതമായി പോകുന്നു, മതസ്വരൂപം പൂണ്ടവയായി പോകുന്നു, അന്ധവിശ്വാസങ്ങളിലേക്കും ക്രിസ്തു വിരുദ്ധതയിലേക്ക് തന്നെയും പലപ്പോഴും നമ്മെ തള്ളിയിടുന്നവയായി പോകുന്നു. അതുകൊണ്ടാണ് അത്തരം പ്രഘോഷണങ്ങളെ വിമർശിക്കേണ്ടതും തിരുത്തേണ്ടതുമായ സംഭാഷണങ്ങളിൽ നമുക്ക് ഏർപ്പെടേണ്ടി വരുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണത്. വിശ്വാസി എപ്പോഴും താൻ വിശ്വസിക്കുന്നത് എന്ത് എന്ന് തിരിച്ചറിയണം. വിശ്വാസത്തിൻ്റെ വഴിയിൽ ചരിക്കാൻ മാർഗതടസ്സം സൃഷ്ടിക്കുന്നവയെ മനസ്സിലാക്കണം, പ്രതിരോധങ്ങൾ തീർക്കണം, സത്യമായ മാർഗത്തിലേക്ക് ചരിക്കാൻ തയ്യാറാകണം. കത്തോലിക്ക തിരുസഭയ്ക്കകത്ത് നാം ആയിരിക്കുമ്പോൾ ദൈവവചനത്തിലും ദൈവശാസ്ത്രത്തിലും അപ്പോസ്തല പ്രബോധനത്തിലും വിശുദ്ധരുടെ പാരമ്പര്യത്തിലും വിശുദ്ധരുടെ സിദ്ധാന്തങ്ങളിലുമൊക്കെ അടിയുറച്ചുകൊണ്ടും അവയിലൂടെ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ടും മുൻപോട്ട് യാത്ര ചെയ്യാൻ വിളിക്കപ്പെടുന്നുണ്ട്. സഭയ്ക്കകത്തായിരിക്കുന്ന നമുക്ക് വിശ്വാസവിരുദ്ധമായവയെ ചെറുക്കാനും അവയെ തിരുത്താനും ഒക്കെ ബാധ്യതയുണ്ട്. പലപ്പോഴും നാം കേൾക്കുന്ന പ്രയോഗങ്ങൾ വിശ്വാസത്തിന് അനുഗുണമായവയല്ല, യഥാർത്ഥ വിശ്വാസ വഴി പഠിപ്പിക്കുന്നവയല്ല. സാധാരണ കേൾക്കുന്ന പൈശാചികതയെ സംബന്ധിച്ച പ്രഘോഷണങ്ങൾ, ഭയം വിതറുന്ന പ്രഘോഷണങ്ങൾ, അവ യേശുവിൻ്റെ സ്വാതന്ത്ര്യത്തെ, യേശുവിൽ നമുക്ക് കൈവന്ന വിമോചനത്തെ, സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നവയാണ്. പിശാചിപ്പോഴും പ്രബലനാണെന്ന് പഠിപ്പിക്കുമ്പോൾ അത് അങ്ങനെയല്ല, അവൻ പ്രലോഭകനാണെന്നും അവൻ നമ്മെ ക്രിസ്തുവിൽ നിന്ന് അകറ്റുകയാണെന്നും ഭയരഹിതരായി ക്രിസ്തുവിൽ മുന്നേറാൻ നമുക്ക് കഴിയേണ്ടതുണ്ടെന്നും പഠിപ്പിക്കേണ്ടത് ആവശ്യമായിട്ട് വരുന്നു. അതേപോലെ തന്നെ ഭാവിയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ, ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവനും വരാൻ പോകുന്ന ഭീകര ദുരിതങ്ങളെക്കുറിച്ചുള്ള പ്രഘോഷണങ്ങളാണ്. ഇത്തരം പ്രഘോഷണങ്ങൾ യഥാർത്ഥത്തിൽ ഭയാശങ്കകൾ വളർത്തുന്നു. എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു, അനർത്ഥം വരാൻ പോകുന്നു എന്നൊരു ഭയത്തിലേക്ക് നമ്മെ തള്ളിയിടുകയാണ്. വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ക്രിസ്തു അനുഗമനത്തിൻ്റെതാണെന്നും പിതാവിലേക്കുള്ള യാത്രയിലാണെന്നും ഒരു കടന്നുപോകൽ പ്രക്രിയയാണ് ജീവിതമെന്നും തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ നമുക്ക് കഴിയണം. കൗതാശികമായ അർപ്പണങ്ങളിലൂടെയും സഭയുടെ പാരമ്പര്യങ്ങളിലൂടെയൊക്കെ നാം കടന്നു പോകുന്നത് ഇപ്രകാരം നമ്മുടെ ജീവിതം ദൈവത്തിന് അർപ്പിക്കേണ്ട ബലിയാണെന്ന ബോധ്യത്തിലെത്തിച്ചേരാനാണ്. അതാകട്ടെ നിവൃത്തിയാകേണ്ടത് സഹോദര സ്നേഹത്തിലും. സാഹോദര്യം മറന്നും സഹോദര സ്നേഹത്തിൻ്റെ പടവുകൾ വിട്ടും നാം പലപ്പോഴും പോകുന്നത് നാം എന്തോ പ്രത്യേകതയുള്ളവരാണ്, മാറ്റി നിർത്തപ്പെട്ടവരാണെന്ന നിലയ്ക്കാണ്. യഥാർത്ഥത്തിൽ അഖില ലോകത്തിനും വേണ്ടിയുള്ള ബലിവസ്തുക്കളാണ് നമ്മൾ. അപ്രകാരം ബലിവസ്തുക്കളാണെന്ന് തിരിച്ചറിഞ്ഞും നമ്മുടെ ജീവിത ക്ലേശങ്ങളും സഹനങ്ങളും ഒക്കെ ദൈവസന്നിധിയിൽ എത്തിച്ചേരാനുള്ള മാർഗങ്ങളാണെന്നും തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോയി യാത്ര ചെയ്യാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസ ജീവിതം ഉണ്ടാകുക. അപ്പം അതുകൊണ്ട് ഇത്തരം ഭയപ്പാടുകളെക്കുറിച്ച് നമുക്ക് പറയേണ്ടി വരും. അതേപോലെ പല ആചാരങ്ങളിലും പല കെട്ടുകളിലും നമ്മെ കെട്ടിയിടാൻ പഴയ നിയമത്തിൻ്റെ പല വചനങ്ങളും ഉപയോഗിച്ച് പ്രഘോഷണങ്ങൾ പെരുകി വരികയാണ്. അത്തരത്തിലുള്ള വചനപ്രഘോഷണങ്ങൾ യഥാർത്ഥത്തിൽ തലമുറ ശാപങ്ങൾ, പൂർവിക ദോഷങ്ങൾ, പാപശാപ ബന്ധനങ്ങൾ എന്നിവയിലൊക്കെ നമ്മെ കുടുക്കിയിടുമ്പോൾ ക്രിസ്തു നമുക്ക് നൽകിയ വിമോചനം നാം മറന്നുപോകും. യേശുവിൽ നാം ഓരോരുത്തരും
സാഹോദര്യത്തിലേക്കും സ്നേഹത്തിലേക്കും വിളിക്കപ്പെടുന്നു എന്നതുപോലെ തന്നെ സത്യം വെളിപ്പെടുത്താൻ വിളിക്കപ്പെടുന്നു എന്ന് കൂടി തിരിച്ചറിയണം. അപ്പം അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ചും അഭിപ്രായങ്ങൾ പറയുന്നത്. ഈ അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങളോടൊരു കാര്യം സൂചിപ്പിക്കാറുണ്ട്, ഇത് പരമമായ അറിവല്ല. നമ്മളൊരു സംവാദത്തിലാണെന്ന് എപ്പോഴും ഓർക്കുക, നമ്മൾ ചർച്ച ചെയ്യുകയാണെന്ന് ഓർക്കുക. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ നാം ഈ വിരുദ്ധ അഭിപ്രായങ്ങളൊക്കെ ക്രോഡീകരിച്ച് അവയുടെ യഥാർത്ഥ വശത്തേക്ക് തിരിയണം. പരിശുദ്ധാത്മാവിൽ നാം പ്രാർത്ഥിക്കണം. വ്യക്തിപരമായി നമ്മുടെ മനസാക്ഷിയെ വിശുദ്ധീകരിക്കണം. എന്നിട്ട് നാം ഒരു ഉത്തരത്തിൽ എത്തിച്ചേരണം. ക്രിസ്തുവാകുന്ന ഉത്തരത്തിലേക്കാണ് നാം എത്തിച്ചേരുന്നതെങ്കിൽ നമ്മുടെ യാത്ര ശരിയായതാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന വീഡിയോകൾക്ക് വന്ന കമൻറ്റുകളും വാട്സപ്പ് വഴി വന്ന ചോദ്യങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അത്തരം ചോദ്യങ്ങളിലൊന്നാണ് ഈ ആഭരണങ്ങൾ അണിയുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യം. നമ്മളവിടെ പറഞ്ഞത് പൈശാചിക ആരാധകർ അല്ലെങ്കിൽ പൈശാചിക ആരാധനയുടെ ശക്തിയെക്കുറിച്ച് പറയുന്നവരൊക്കെ പറയുന്ന ചില ആഭരണങ്ങൾ ധരിച്ചാൽ സാത്താൻ പ്രവേശിക്കും, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ വീട്ടിൽ വെച്ചാൽ അതിലൂടെയെല്ലാം പൈശാചിക ബാധ ഉണ്ടാകും എന്ന പ്രഘോഷണം വരുമ്പോഴാണ് അത് സത്യമല്ല എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. ഒരു കാര്യം എളുപ്പത്തിൽ പറയാം. ഒരാൾ വിശ്വസിക്കുന്നു ഇങ്ങനൊരു ആഭിചാര വസ്തുവിന് ശക്തിയുണ്ട് എന്ന് കരുതി അയാളത് പ്രയോഗിക്കുന്നു, ആഭിചാരം ചെയ്യുന്നു. അത് ശരിയോ തെറ്റോ എന്നുള്ളത് നിൽക്കട്ടെ, അയാൾ അങ്ങനെ ചെയ്യുന്നു. വേറൊരാൾ താനത് ചെയ്യുന്നില്ല, പക്ഷേ ഇത്തരം ആഭിചാരങ്ങളെ ഭയക്കുന്നു. രണ്ടുപേരും യഥാർത്ഥത്തിൽ ആഭിചാരത്തിൽ വിശ്വസിക്കുക എന്നാണ് അതിനർത്ഥം. ഒരാൾ അതിനെ നിഷേധിക്കുന്നു, ഒരാൾ അതിൽ വ്യാപൃതനാകുന്നു, ഒരു ആഭിചാരത്തിൽ വ്യാപൃതനാകുന്നു, അയാൾ അതിൽ വിശ്വസിക്കുന്നു, അതിന് ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. വേറൊരാൾ അത് ചെയ്യുന്നില്ല, പക്ഷേ അങ്ങനെ ചെയ്താൽ തനിക്കത് വിപത്കരമാകുമെന്നും അതിലെന്തോ യാഥാർത്ഥ്യമുണ്ടെന്നും വിശ്വസിക്കുന്നു. ഇപ്പോൾ അയാളും വിശ്വസിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ആഭിചാര വസ്തുവിന് ശക്തിയുണ്ടെന്നാണ്. അപ്പോൾ രണ്ടുപേരും ആഭിചാരത്തിൽ തന്നെയാണ് വിശ്വസിക്കുന്നത്. ഒരാൾ നേരിട്ടും ഒരാൾ എതിരായിട്ടും, രണ്ടായാലും വിശ്വാസം ചെന്നെത്തുന്നത് ആഭിചാരത്തിലായി പോകുന്നു. ആഭിചാരത്തിൻ്റെ വസ്തുക്കളായിട്ട് പല ചിഹ്നങ്ങളെയും ഒക്കെ പറയുമ്പോൾ നമ്മൾ അവയൊക്കെ ഭയക്കുകയാണ്. നമ്മളെപ്പോഴും പിശാചെന്തോ പ്രബല ശക്തിയാണെന്ന നിലയ്ക്ക് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. പൈശാചിക തിന്മ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മളും പറയുന്നത്. പക്ഷേ പൈശാചിക തിന്മകൾ ക്രിസ്തുവിനാൽ തോൽപ്പിക്കപ്പെട്ടതാണെന്നും അതിന് ലോകത്തിന് മേൽ അധികാരമില്ലെന്നും നമ്മൾ തിരിച്ചറിയണം. മാത്രമല്ല ആഭിചാര വേലകൾ വ്യർത്ഥങ്ങളാണെന്ന് ഇത്രയും കാലത്തെ മനുഷ്യൻ്റെ ചരിത്രം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും പണ്ട് നടന്നിരുന്ന കാര്യങ്ങൾ അറിയാൻ പാടില്ലാത്തതൊക്കെ മന്ത്രവാദത്തിൻ്റെയും ആഭിചാരത്തിൻ്റെയും ഒക്കെ പുറകെ കൊണ്ട് കിട്ടിയിരുന്നു. ഇന്നതൊക്കെ വെളിവായിട്ടുണ്ട്, അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വ്യക്തമായി ക്രിസ്തുവിൽ നമുക്ക് മുന്നേറാൻ പറ്റണം. വിശ്വാസം വഴി അധാർമിക വിശ്വാസങ്ങൾ നമുക്ക് ജയിക്കാൻ പറ്റണം. അങ്ങനെ ജയിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും വിശ്വാസികളാകുക. ഇപ്പോഴും വീട് വയ്ക്കുന്നതിൻ്റെ കണക്കി വിശ്വസിക്കുന്നവർ, ദർശനം ഏത് ഭാഗത്തേക്കാണെന്ന് ആലോചിക്കുന്നവർ, അങ്ങനെ നിരവധിയായ അന്ധവിശ്വാസങ്ങൾ നമ്മളും പുലർത്തുന്നുണ്ട്. അപ്പം അങ്ങനെ പുലർത്തുന്ന അന്ധവിശ്വാസങ്ങളെ ചെറുക്കാതെ യഥാർത്ഥ വിശ്വാസ വഴി നമ്മളങ്ങനെ പ്രഘോഷിക്കും. കാടിൻ്റെ നടുവിലൂടെ ഇരുട്ടിലൂടെ കടന്നു പോവുക. അങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ഒരാൾ ഭയന്ന് വിറച്ചു പോകുന്നു, വേറൊരാൾ ഭയന്ന് യേശു യേശു എന്ന് വിളിച്ചു പോകുന്നു. രണ്ടുപേരും ഭയന്നിട്ടാണല്ലോ പോകുന്നത്. യേശുക്രിസ്തുവിനായ ഒരാൾ തിരിച്ചറിയേണ്ടത് ഇങ്ങനെ ഇരുളത്ത് മറഞ്ഞിരിക്കുന്ന ഒരാളല്ല അന്ധകാര ശക്തി എന്നാണ്. അന്ധകാരം എന്ന വാക്ക് കൂടുമ്പോൾ ഇരുളുമായിട്ട് അതിന് നമുക്ക് സാമ്യം തോന്നിയേക്കാം. പക്ഷേ ഇരുട്ടത്തിരിക്കുന്നൊരു കാര്യമല്ല. നമ്മുടെ മനസ്സിൽ കൂടുകൂട്ടുന്ന അവരിനോടുള്ള വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും സ്നേഹരാഹിത്യത്തിൻ്റെയൊക്കെ അവസ്ഥകളെയാണ് യഥാർത്ഥത്തിൽ അന്ധകാരം എന്ന് പറയുന്നത്. സത്യമാകുന്ന വെളിച്ചം എന്താ നമുക്ക് പ്രകാശിപ്പിച്ചു തരുന്നത്? നിങ്ങൾ ദൈവമക്കളാണ്, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്, ദൈവം നിങ്ങളുടെ അകത്ത് വസിക്കുന്നു, അവരിലും വസിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ദൈവരാജ്യത്തിലാണെന്ന ബോധമാണ്. മാമോദീസ വഴി നമുക്ക് വരുന്ന ശക്തി എന്താ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു, ഈ ലോകത്തിന് വേണ്ടി ബലിയാകാൻ നാം വിളിക്കപ്പെടുന്നു. രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവം എൻ്റെ അകത്ത് വസിക്കുന്നു എന്നതുകൊണ്ട് ആത്മധൈര്യം ഉണ്ടാവണം. മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കാൻ ഞാൻ ബലിവസ്തുവാണെന്ന ബോധ്യമുണ്ടാകുമ്പോൾ അവിടെ അർപ്പണത്തിൻ്റെ ബോധം ഉണ്ടാകണം. അപ്പോൾ അതിന് വിരുദ്ധമായി വരുന്നവയാണ് നമ്മൾ വിമർശിക്കുന്നത്. വിമർശനം എന്നത് ആരെങ്കിലും എതിർക്കുക എന്ന ലക്ഷ്യത്തിലല്ല. അങ്ങനെ എതിർക്കാനായിരുന്നെങ്കിൽ പലരെയും പേരെടുത്തും പല ചാനലുകളെയും പല യൂട്യൂബിനെയൊക്കെ നമുക്ക് നേരിട്ട് പറയേണ്ടി വന്നേനെ. നമ്മുടെ ലക്ഷ്യം എന്താണ്? സത്യം എന്താണെന്ന് പറയലാണ്. അപ്പോൾ തെറ്റായ പഠനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിർത്ത് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ചെയ്തു പോകുന്നത്. അത് ഇഷ്ടമുള്ളൊരു കാര്യമായിട്ടല്ല, അത് നിവൃത്തികേട് കൊണ്ടാണ്. ഇങ്ങനെ പ്രചാരം നേടിയ വീഡിയോകൾ വരുന്നു, സന്ദേശങ്ങൾ വരുന്നു, പ്രഘോഷണങ്ങൾ വരുന്നു. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള കുറവെന്താണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ആഭരണങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് നിങ്ങൾ ആഭരണങ്ങൾ ധരിക്കണം എന്നർത്ഥത്തിൽ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഏത് ആഭരണവും ധരിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ആഭരണങ്ങളൊന്നും ധരിക്കുന്നതിന് താല്പര്യമില്ലാത്ത ആളാണ്.
അപ്പോൾ ഞാനതൊരു പുരുഷനായതുകൊണ്ടാണെന്ന് നിങ്ങൾ ധരിച്ചേക്കാം. ഞാൻ പുരുഷനായതുകൊണ്ടല്ല. സ്ത്രീകൾ ആഭരണം ധരിക്കുന്നത് അവർക്ക് എന്തോ ഒരു കുറവുണ്ട് എന്നൊരു ചിന്തയിൽ നിന്നാണ്. നമ്മൾ വസ്ത്രം ധരിക്കുന്നത് കളറുള്ളത് ഇടുന്നത് എപ്പോഴാണ്? കളർഫുള്ളായി ഡ്രസ്സ് ചെയ്യുന്ന എപ്പോഴാണ്? നമുക്ക് എന്തോ പോരായ്മയുണ്ട്. അപ്പോൾ ഈ വസ്ത്രം കൊണ്ട് അത് പരിഹരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതേപോലെ സ്ത്രീകൾക്ക് ആഭരണങ്ങൾ ഉണ്ടാക്കി സ്ത്രീകൾ ആഭരണങ്ങൾ അണിയിക്കുന്നതിൻ്റെ പിന്നിലുള്ള മനഃശാസ്ത്രം എന്താണ്? അവർക്ക് ഭംഗി ഉണ്ടാകണമെങ്കിൽ ആഭരണം വേണമെന്നുള്ളതാണ്. പുരുഷനെല്ലാം തികഞ്ഞവനാണ്, അവന് ആഭരണത്തിൻ്റെ ആവശ്യമില്ല, അവന് ഓൾറെഡി സുന്ദരനാണ്. സ്ത്രീക്ക് സൗന്ദര്യം പോരാ എന്ന ചിന്തയാണ് അതിൻ്റെ പുറകിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആഭരണം എന്നത് നല്ലതോ ചീത്തയോ എന്നുള്ളത് വ്യക്തിപരമായ കാര്യമാണ്. ആഭരണങ്ങൾ ധരിക്കുന്നത് ഓരോ സംസ്കാരത്തിനനുസരിച്ചുണ്ട്. ഇന്ത്യയുടെ സംസ്കാരത്തിനനുസരിച്ച് ഇന്ത്യയിൽ ആഭരണങ്ങൾ ധരിക്കും. അപ്പോൾ ആഭരണങ്ങൾ ധരിക്കരുത് എന്ന് പറയുന്നതിന് ഞാനെതിരാണ്. ആഭരണങ്ങൾ ധരിക്കണം എന്ന് പറയാനും ഞാനില്ല. ഇപ്പം ഞാൻ ഒരു വസ്ത്രം ഉപയോഗിക്കുന്ന ആളാണ്. എനിക്ക് ഒരു ജോഡി വസ്ത്രമുള്ളൂ. നിങ്ങൾ എല്ലാ ദിവസവും എന്നെ കാണുന്നത് ഒരേ വേഷത്തിലാണ്. അത് യൂട്യൂബിന് വേണ്ടി ചെയ്യുന്നതല്ല. എനിക്ക് ആകെ ഒരു ജുബ്ബേ ഉള്ളൂ. ഞാൻ ആകെ ഒന്നേ ഉപയോഗിക്കുന്നുള്ളൂ. വർഷങ്ങളായിട്ട് 10-25 വർഷമായിട്ടുള്ള ശീലമാണ്. ഞാൻ ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ചെരുപ്പ് ഉപയോഗിക്കുന്നവരൊക്കെ തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? ഞാൻ ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല, തെറ്റോ ശരിയോ അല്ല പറയുന്നത്. എനിക്കത് വേണ്ട, ഞാൻ ഉപേക്ഷിക്കുന്നത് വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ ആഭരണങ്ങൾ ധരിക്കുന്നത് ഓരോ സംസ്കാരത്തിനും ഓരോ പ്രദേശത്തിനും അനുസരിച്ചാണ്. അപ്പോൾ അങ്ങനെയുള്ള ആഭരണങ്ങൾ നിങ്ങൾ ഭയക്കേണ്ടതില്ലെന്നാണ് പറയുക. ഇപ്പോൾ സാധാരണഗതി നിങ്ങൾ ആലോചിക്കും, ഇപ്പോൾ നാഗപടം മാല, അല്ലെങ്കിൽ പാലക്ക മോതിരം, പാലക്ക കമ്മൽ, പവിത്രക്കെട്ട് മോതിരം എന്നൊക്കെ പറയുന്നത് ചിത്രകാരന്മാരുണ്ടാക്കിയ ഡിസൈനുകളാണ്. ഇത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ചിഹ്നമല്ല. അത് നമ്മൾ ആദ്യം തിരിച്ചറിയണം. മതചിഹ്നങ്ങളല്ല. ഇനി അങ്ങനെ മതചിഹ്നമാണെങ്കിൽ താലി എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നത്? താലി നമ്മുടെ ആണോ? താലി എന്നൊരു പാരമ്പര്യം ഈ കേരളത്തിലും ഇന്ത്യയിലും അല്ലാതെ പുറത്തെവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. കാരണം അവിടെ വെഡ്ഡിങ് റിങ്ങാണ് പലയിടത്തും ഉപയോഗിക്കുന്നത്. നമ്മൾ വെഡ്ഡിങ് റിങ് അവിടെ നിന്നും എടുത്തിട്ടുണ്ട്, താലി ഇവിടെ നിന്നും എടുത്തിട്ടുണ്ട്. സാംസ്കാരിക അനുരൂപണം നടത്തുകയാണ് നമ്മൾ ചെയ്തത്. സംസ്കാരങ്ങളെ ക്രിസ്തുവൽക്കരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ താലി എടുക്കുന്നു. ഇപ്പോൾ സാരി അങ്ങനെ അല്ലെങ്കിൽ സാരി എടുക്കാൻ പറ്റില്ലല്ലോ. സാരി ഇന്ത്യൻ അല്ലേ. ഇന്ത്യൻ എന്ന് പറയുമ്പോൾ തന്നെ എത്ര കാലത്തെ പഴക്കമുണ്ട്. രവിവർമ്മ ചിത്രം വരയ്ക്കുന്നതിന് മുമ്പ് സാരി ഇല്ലല്ലോ. സാരി ആരാണ് ഇങ്ങനെ ദേവതകൾക്ക് സാരി ഉടുപ്പിച്ചത്? ആരാ? അത് രവിവർമ്മയാണ്. അതിനു മുമ്പ് ആ വേഷമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടത്, ഇപ്രകാരമുള്ള കാര്യങ്ങളെ നിങ്ങൾ മതവൽക്കരിച്ചോ ഏതെങ്കിലും വിഭാഗത്തിൻ്റെതായിട്ടോ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഈ സംസ്കാരത്തിൽ ജനിച്ചവരും ഇവിടെ ജീവിച്ചവരുമാണ്. അപ്പോൾ ഇവിടുത്തെ കലാരൂപങ്ങൾ, ഇവിടുത്തെ ചിത്രങ്ങൾ, ഇവിടുത്തെ ആഭരണങ്ങൾ, ഇവിടുത്തെ ശീലങ്ങളൊക്കെ നമ്മുടെ അകത്തുണ്ടാവും. അവയൊന്നും വിശ്വാസവിരുദ്ധമാണെന്ന് പറയരുതെന്നാണ് നമ്മൾ പറയണേ. അതൊന്നും വിശ്വാസവിരുദ്ധമല്ല. വിശ്വാസം എവിടെയാണ്? വിശ്വാസം ജീവിതം കൊണ്ട് പ്രയോഗിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഏത് മാല ഇടുന്നു എന്നതല്ല. ഇപ്പോൾ നിങ്ങൾ ഒരു നാഗപടം മാല ഉണ്ടായിരുന്നു, അത് വിശ്വാസം വന്നപ്പോൾ ഉരുക്കി ഒരു സ്വർണ്ണക്കൊന്ത ഇട്ടാലും നിങ്ങൾ ആഭരണത്തിൽ നിന്ന് മോചനം നേടിയിട്ടില്ലല്ലോ. പലരും അങ്ങനെയല്ലേ, സ്വർണ്ണക്കൊന്ത പണിയിച്ചിട്ടാണ് വിശ്വാസം വരുമ്പോൾ. അപ്പോഴും നിങ്ങൾ ഈ സ്വർണത്തിലാണ് ആശ്രയിക്കുന്നത്, അല്ലെങ്കിൽ ഈ മാലയിലാണ് ആശ്രയിക്കുന്നത്, അതിൽ നിന്ന് വിട്ടുപോന്നിട്ടില്ല. ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത് വ്യക്തിപരമായൊരു കാര്യമാണ്. ഇപ്പോൾ വിശ്വാസത്തിലേക്ക് വന്ന ഒരാൾ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾ, അയാളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും വേണ്ടെന്ന് വെക്കും. അയാളുടെ സൗന്ദര്യ സങ്കല്പം മാറും. ഇപ്പോൾ പത്രോസിലേക്ക് പറയുന്നുണ്ടല്ലോ, പിന്നിയ മുടിയോ കേശാലങ്കാരങ്ങളോ ഒന്നും അല്ല ഒരു സ്ത്രീയുടെ സൗന്ദര്യം. അതൊരു ആന്തരിക വ്യക്തിത്വമാണ്. ആ ആന്തരിക വ്യക്തിത്വം ഉയരുമ്പോൾ സ്വാഭാവികമായും വേണ്ടെന്ന് വെക്കാൻ പറ്റും. നല്ല കാര്യം തന്നെ. എന്ന് വെച്ച് മാലയിടാതെ കമ്മലിടാതെ നടക്കുന്ന ഒരാൾ പൂർണ്ണതയിലെത്തി എന്ന് പറയാൻ പറ്റുമോ? അതും പറയാൻ കഴിയില്ല. ഇത് ജീവിതം കൊണ്ട്, പ്രയോഗം കൊണ്ട് നമ്മൾ സാധ്യമാക്കേണ്ട ഒരു കാര്യമാണ്. വിശ്വാസം എന്നത് ജീവിതത്തിൽ കാരുണ്യവും സ്നേഹവും ഒക്കെ ധരിക്കും വേണ്ടാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ബാഹ്യമായ കാര്യങ്ങളെ വെച്ചുകൊണ്ട് നമുക്ക് ആരെ അളക്കാൻ കഴിയില്ല. ഓരോയിടത്തും ഓരോ തരം വസ്ത്രങ്ങളാണ്. ഇപ്പോൾ വിദേശത്ത് പോയാൽ അല്പവസ്ത്രധാരികളാണ്. അവർക്കത് വലിയ പ്രശ്നം തോന്നുന്നില്ല. അവരുടെ സംസ്കാരം അനുസരിച്ച് അവർ ഇറക്കം കുറഞ്ഞ വസ്ത്രം ഇടും, അല്പമാത്ര വസ്ത്രങ്ങൾ ധരിച്ച് നടക്കും. അതുകൊണ്ട് അവരൊക്കെ മോശപ്പെട്ട ആളുകളാണെന്നാണോ? ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ കേരളത്തിൽ നിന്ന് വിദേശങ്ങളിൽ പോകുന്ന ആളുകൾ അവിടുത്തെ വേഷങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ വേഷങ്ങളിലോ വിധാനങ്ങളിലോ അല്ല ശ്രദ്ധിക്കേണ്ടത്. ക്രിസ്തു ഒരു സ്വാതന്ത്ര്യത്തിലേക്കാണ് നമ്മൾ വിളിക്കുന്നത്. കത്തോലിക്ക സഭ വസ്ത്രത്തിന് ഒരു വിലക്കും ഏർപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ആകാവോ ഇങ്ങനെ ആകാവോ എന്ന് പറഞ്ഞിട്ടില്ല. ഒരു ആഭരണം ധരിക്കുന്നതിനോ പൊട്ടുകുത്തുന്നതിനോ സഭ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ കേരളത്തിലെ ആളുകൾ പൊട്ടുകുത്തുന്നത് ചെറിയ പൊട്ടാണ്. നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ അത് വലിയ പൊട്ടാകും. തമിഴ്നാട്ടിൽ വലിയ പൊട്ടാകും. ഭൂമധ്യഭാഗത്ത് സൂര്യതാപം ഏൽക്കുമ്പോൾ തലവേദന ഉണ്ടാകുന്നതുകൊണ്ടാണ് ചുമന്ന പൊട്ട് കൊള്ളാൻ തുടങ്ങിയത്. അത് ക്രമേണയാണ് ആചാരത്തിൻ്റെയൊക്കെ പുറകെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഉത്തരേന്ത്യയിലെ ആളുകൾ വെള്ളിയാണ് ഉപയോഗിക്കുന്നത്. 10 കിലോ വെള്ളിയൊക്കെ ശരീരത്തിൽ ധരിക്കുന്നവരുണ്ട്, കാലിൽ തള ധരിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കേണ്ടത് ഓരോ പ്രദേശത്തിൻ്റെ രീതിയാണ്. അതുകൊണ്ട് ആഭരണങ്ങൾ ഒന്നും നമ്മെ അയോഗ്യരാക്കുന്നില്ല, യോഗ്യരുമാക്കുന്നില്ല. ഒരു വസ്ത്രം ധരിച്ചതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകുന്ന ഉറപ്പില്ല.
ഇതെനിക്കുണ്ടായൊരു ബോധ്യമാണ്. എൻ്റെ ബോധ്യത്തിൽ ഞാൻ ജീവിക്കുന്നു എന്നല്ലാതെ അത് മറ്റുള്ളവർ ചെയ്യണമെന്ന് ഒരിക്കലും നിർബന്ധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, നമ്മുടെ കൂടെയുള്ള ഒരാളെയും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. നമ്മൾ അവരോട് പറയാറുള്ളത് ബാഹ്യമായി ഇതൊന്നും ചെയ്യുന്നതിൽ അർത്ഥമില്ലെന്നാണ്. ഇപ്പോൾ ഇത്തരം വേഷം ധരിക്കുന്ന വർഷങ്ങളായി ധരിക്കുന്നതാണ്. എനിക്കിതിനെക്കുറിച്ച് അഭിപ്രായമില്ല. ഇത് പിന്നെ ആകെയുള്ളൊരു ഉപകാരം, ഈ ഒരെണ്ണം ഉള്ളപ്പോൾ മുഷിഞ്ഞു പോകില്ലെന്നൊരു ഉപകാരമുണ്ട്, കീറിയാൻ അറിയില്ലെന്നൊരു ഉപകാരമുണ്ട്. അതല്ലാതെ ഒരു വെള്ളയായിരുന്നെങ്കിലും കുഴപ്പമില്ല, വെള്ളയാകുമ്പോൾ അഴുക്ക് പെട്ടെന്ന് പിടിക്കും. ഇപ്പം എൻ്റെ അടുത്ത് വന്നാൽ മാത്രം നിങ്ങളെൻ്റെ ദുർഗന്ധം അറിയും, വീഡിയോയിലൂടെ അത് അറിയില്ലല്ലോ. അപ്പോൾ ഇത്ര ഉള്ളൂ അതിന്. അല്ലാതെ അതിനപ്പുറത്ത് ആധികാരികമായൊരു ഭാവമാണ് ഇങ്ങനെ താടി വളർത്തി മുടി വളർത്തി ഇങ്ങനെ ഇട്ടാൽ എന്തെങ്കിലും ആകും, തെറ്റിദ്ധാരണയാണ്. എനിക്കങ്ങനെ ഒരു ധാരണയില്ല. എല്ലാവരും എന്തേ മുടി വെട്ടാത്തതെന്ന് ചോദിച്ചു, അതുകൊണ്ട് വെട്ടിയില്ല, അത്രേ ഉള്ളൂ. മുടി വളർന്നതിൻ്റെ പുറകിൽ, അല്ലാതെ ഒരു ആധ്യാത്മികതയുടെ ഭാഗമായിട്ടൊന്നുമല്ല. ഞാനിതിൽ ശ്രദ്ധിക്കുന്നില്ല, ഞാനങ്ങനെ മുടി വളരണം ശ്രദ്ധിക്കുന്നില്ല. വസ്ത്രം ധരിച്ചാൽ ഇത് എനിക്ക് കാണാൻ ഭംഗിയുണ്ടോ എന്ന് ഞാൻ ആലോചിക്കുന്നില്ല. ഇത് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായ ഒരു ധാരണ ഉണ്ടാവും അവരവരുടെ രീതികളെക്കുറിച്ച്. അതിനൊരു സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ എന്ത് ധരിക്കണം, നിങ്ങൾ എന്ത് ഉപയോഗിക്കണം. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന വസ്തു കറുത്ത വസ്ത്രമാണെങ്കിൽ അതിലൂടെ തിന്മ കടന്നു വരും എന്ന് പറഞ്ഞാലോ, നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിലുള്ള ചിത്രങ്ങൾ പൈശാചിക ആരാധനയുടേതാണ്, അത് നിങ്ങളെ പിശാചിന് കീഴ്പ്പെടുത്തുമെന്ന് പറഞ്ഞാലോ, അത് അബദ്ധമായി. വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ വിശ്വാസത്തിലേക്ക് ഏറി വരുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ കഠിനമായ നിറങ്ങൾ വേണ്ടെന്ന് തോന്നിയേക്കാം. അത് വ്യക്തിപരമാണ്. വ്യക്തിപരം മാത്രമല്ല കേട്ടോ, ബന്ധങ്ങൾക്കകത്തുമാണ്. ഭാര്യ എങ്ങനെയായിരിക്കണമെന്ന് ഭർത്താവിനൊരു ആഗ്രഹമുണ്ടല്ലോ. എനിക്കറിയാവുന്നൊരു സഹോദരി ഭയങ്കര കളർഫുള്ളായ വസ്ത്രങ്ങൾ ധരിക്കുന്നു. മിനിസ്ട്രിയിലുണ്ടായൊരു അനുഭവമാണ്. അപ്പോൾ അങ്ങനെ അവർ ധരിച്ചു വന്നപ്പോഴത്തേക്കും കൂടെയുള്ള ആളുകൾക്ക് അത് പിടിക്കുന്നില്ല. അതിൽ പലരും ഭയങ്കരമായി സ്ട്രിക്റ്റായിട്ട് ഈ രൂപമൊക്കെ നോക്കുന്നവരാണ്. അപ്പോൾ അവർ മിതത്വത്തിൽ, വസ്ത്രത്തിലൊക്കെ മിതത്വമൊക്കെ കൊണ്ടുവന്ന ആളുകളാണ്. അപ്പോൾ അവർ നോക്കുമ്പോൾ ഈ പെൺകുട്ടി എപ്പോഴും കളർഫുള്ളായിട്ടുള്ള ചുരിദാറൊക്കെ ഇടുന്നു. അപ്പോൾ ഒരിക്കൽ ആ കുട്ടിയോട് അവർ പറഞ്ഞു, ഇങ്ങനെ എന്താ നടക്കരുത്, പ്രേയറിനൊക്കെ വരുമ്പോൾ ഇങ്ങനെ വരരുത്. അപ്പോൾ പ്രേയറിന് വരാത്തപ്പോൾ ഇങ്ങനെ നടക്കാമോ, പ്രേയറിന് വരുമ്പോൾ ഇങ്ങനെ വരരുതെന്ന് പറഞ്ഞു. അപ്പോൾ ആ പെൺകുട്ടി എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല. അവൾ പറഞ്ഞു, എൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടമാണ്, അദ്ദേഹം എനിക്ക് ഓരോന്നിങ്ങനെ വാങ്ങിത്തരികയാണ് അദ്ദേഹം കാണുന്നതൊക്കെ. അപ്പം ഞാനത് ഇടാൻ നിർബന്ധിതനാകുന്നു, അത് ഇട്ടില്ലെങ്കിൽ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞു, നീ ഇതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. നീ എന്തിടുന്നു എന്നതല്ല, നീ എങ്ങനെ ജീവിക്കുന്നു, നിൻ്റെ ഹൃദയഭാവം എന്താണെന്നാണ് ദൈവം പരിശോധിക്കുന്നത്. അതുകൊണ്ട് വസ്ത്രത്തിലൂടെ, ചിഹ്നങ്ങളിലൂടെ, ആഭരണങ്ങളിലൂടെയൊക്കെ തിന്മ കടന്നു വരും എന്ന ഭയാശങ്കകൾ പടർത്തുമ്പോഴാണ് നമ്മളതിനെതിരെ സംസാരിക്കുന്നത്. ഇപ്പോൾ നാഗവടം മാല ഒരു പൈശാചിക ആരാധനയുടെ ഭാഗമായിട്ടുള്ളതല്ല, അതൊരു ഡിസൈനാണ്. നമ്മളതിന് അത്രേ കാണാവൂ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അതിനകത്ത് ദൈവം ഉണ്ടെന്ന്? ഇപ്പോൾ സാധാരണ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരാൾ ഒരു വിഗ്രഹം വെച്ച് ആരാധിക്കുന്നു, നമ്മളെന്തിനാ അതിനെ ഭയക്കണേ? അതിലൊന്നുമില്ലെന്ന് നമുക്കറിയാമല്ലോ. നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ തിരിച്ചറിയുന്നു. നമ്മുടെ അറിവും തിരിച്ചറിവും അനുസരിച്ച് ക്രിസ്തുവിൽ പുരോഗമിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് ആഭരണങ്ങൾ ധരിക്കുന്നതിനോട് അഭിപ്രായമോ അഭിപ്രായക്കേടോ എനിക്കില്ല. ഞാൻ പറഞ്ഞതിൽ ഇത്ര മാത്രമേ ലക്ഷ്യമുള്ളൂ, നിങ്ങളൊരു ആഭരണത്തെയും ഭയക്കരുത്. പവിത്രക്കെട്ട്, മോതിരം ഏതെങ്കിലും ദേവതയുടെ ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യമല്ല. അതൊക്കെ ചിത്രകാരന്മാരുണ്ടാക്കിയതാണ്. ചിത്രകാരന്മാർ ഓരോ കാലത്ത് വരച്ചതാണ്. ഇന്ത്യയിലുള്ള ഡിസൈൻ ആയിരിക്കില്ല പുറത്തുള്ളത്. അപ്പോൾ പുറത്തുള്ള ഡിസൈൻ ഉപയോഗിക്കുന്നവരോ, നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. സഭയിൽ ഇങ്ങനൊരു വിലക്കില്ല. ഇനി മാത്രമല്ല, നിങ്ങൾ അതുകൊണ്ട് ഇതൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് തിന്മ കടന്നു വരും എന്ന ഭയവും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ എന്തിടുന്നു എന്നല്ല ദൈവം നോക്കുന്നത്, നിങ്ങളുടെ ഹൃദയത്തെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ആഭരണങ്ങൾ അണിയാൻ ഇഷ്ടമുള്ളവർ അണിയട്ടെ, ഇഷ്ടമില്ലാത്തവർ അണിയാതിരിക്കട്ടെ. അതിലൊരു പ്രത്യേക കാര്യമില്ല. ഒരാൾക്ക് അയാളുടെ സൗന്ദര്യ സങ്കല്പം അനുസരിച്ച് വസ്ത്രം ധരിക്കാം, ആഭരണങ്ങൾ ധരിക്കാം. അത് വിശ്വാസ സംബന്ധിയായ ഒരു വിഷയമല്ല. ചിലർ പറയും പൊട്ട് തൊട്ടാൽ കുരിശിൻ്റെ അടയാളം മാഞ്ഞു പോകുന്നു. നിങ്ങൾ മായ്ച്ചാലും മായാത്തൊരു മുദ്രയാണ് നിങ്ങളുടെ നെറ്റിയിലുള്ളത്. നിങ്ങളുടെ നെറ്റിയിൽ അപ്രകാരം ഒരു മുദ്ര ഉണ്ടെന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഇനി പൊട്ട് തൊടില്ല എന്ന് വ്യക്തിപരമായ ഒരാൾക്ക് തോന്നിയാൽ അതിൽ കുറ്റം പറയാനോ അതിനെ തിരുത്താനോ നമ്മളില്ല. പക്ഷേ നിങ്ങൾ ധരിച്ചുകൂടാ, പൊട്ട് തൊട്ടുകൂടാ എന്ന് പറയരുത്. അതിൽ തെറ്റുണ്ട്. കാരണം പൊട്ട് തൊട്ടാൽ മാഞ്ഞു പോകുന്ന കാര്യമല്ല അത്. ബാഹ്യാടയാളങ്ങൾ കൊണ്ട് മായ്ക്കാവുന്നതല്ല വിശ്വാസം. വിശ്വാസം ജീവിത പ്രയോഗം വഴിയാണ് വെളിപ്പെടുക. അന്ത്യോക്യയിൽ വെച്ച് ക്രിസ്തു ശിഷ്യന്മാരെ ക്രിസ്ത്യാനികളെന്ന് വിളിച്ചത് അവരുടെ ജീവിത സഹനം, സ്ഥൈര്യഭാവം അത് കണ്ടിട്ടാണ്, വസ്ത്രം കണ്ടിട്ടല്ല. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ മാതാവിൽ വിശ്വസിക്കുന്നവരാണല്ലോ, അതുകൊണ്ട് ആരെങ്കിലും വേലൊക്കെ ഇട്ട് മാതാവിൻ്റെ ഉടുപ്പിട്ട് നടക്കുന്നുണ്ടോ? അങ്ങനെ നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? യേശു ക്രിസ്തുവിന് താടിയുണ്ട്, എനിക്കും താടിയുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടാവുമോ? ബന്ധമുണ്ടാകേണ്ടത് ജീവിത പ്രയോഗത്തിലാണ്. ഇതെല്ലാം ബാഹ്യമാണ്, നശിച്ചു പോകുന്നവയാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത് സ്പർശിക്കരുത്, ഭക്ഷിക്കരുത്, തൊടരുത് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ
ഒരു ബാഹ്യമായ ഒരു ആത്മ സംതൃപ്തിയൊക്കെ ഉണ്ടാക്കാം, എന്തോ ചെയ്യുന്നെന്ന ബോധ്യമൊക്കെ ഉണ്ടാക്കാം. യഥാർത്ഥത്തിൽ വിശ്വാസവുമായി ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ കൊളോസ്യർ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 21 മുതൽ 23 വരെ തിരുവചനങ്ങളിൽ വ്യക്തമായി ഇത് പഠിപ്പിക്കുന്നുണ്ട്. സ്പർശിക്കരുത്, ഭക്ഷിക്കരുത്, കൈകാര്യം ചെയ്യരുത് എന്നീ നിബന്ധനകൾക്ക് നിങ്ങൾ വിധേയരാകുന്നത് എന്തിന്? അന്ന് ആദിമ ക്രൈസ്തവർക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് വലിയ ബലംപിടുത്തങ്ങളുണ്ടായിരുന്നു. അപ്പോഴാണ് ചോദിക്കുന്നത്, സ്പർശിക്കരുത്, രുചിക്കരുത്, കൈകാര്യം ചെയ്യരുത് എന്നീ നിബന്ധനകൾക്ക് നിങ്ങൾ വിധേയരാകുന്നത് എന്തിന്? ഇതിൻ്റെ ആവശ്യകത എന്താ? എന്നിട്ട് ശ്ലീഹ തുടർന്ന് പറയുന്നു, ഉപയോഗിക്കുമ്പോൾ നശിച്ചു പോകുന്നവയെക്കുറിച്ചുള്ളവയാണ് ഈ നിബന്ധനകൾ. അത് മനസ്സിലാക്കണം. ഇവയെല്ലാം നശിച്ചു പോകുന്നവയാണ്, നമ്മുടെ ശരീരവും നശിച്ചു പോകുന്നവയാണ്. ഉപയോഗിക്കുമ്പോൾ നശിച്ചു പോകുന്നവയാണ് ഇത്തരം കാര്യങ്ങൾ. അവയെക്കുറിച്ചുള്ള നിബന്ധന എന്തിനാ? ഇവ വെറും മാനുഷികമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും മാത്രമാണ്, സിദ്ധാന്തങ്ങളും മാത്രമാണ്. ഇവയ്ക്കൊന്നും കാതലായിട്ടൊന്നുമില്ല വിശ്വാസത്തിൽ എന്നാണ് ശ്ലീഹ പറയുക. തീവ്രമായ ഭക്തിയും ആത്മനിന്ദയും ആത്മപീഡനവും പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ വിജ്ഞാനത്തിൻ്റെ പ്രതീതി അനുഭവപ്പെട്ടേക്കാം. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലെന്ന ശ്ലീഹ പറയുക. എന്നിട്ട് ശ്ലീഹ അത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? എന്നാൽ ജഡികാഭിലാഷങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഇവയ്ക്ക് ഒരു പങ്കുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്വർണ്ണാഭരണങ്ങൾ അണിയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യിൽ വില കൂടിയ വാച്ച് ധരിക്കുന്നവർ, വില കൂടിയ ചെരുപ്പ് ധരിക്കുന്നവർ, വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുന്നവർ അത് വിട്ടിട്ടില്ല. എറണാകുളത്ത് പെന്തക്കോസ്റ്റൽ വിശ്വാസവുമായി ബന്ധപ്പെട്ടൊരു സഹോദരി തനിക്ക് കിട്ടിയ ആഭരണങ്ങൾ, ഒരു കത്തോലിക്കരായിരുന്നു, പെന്തക്കോസ്റ്റൽ വിഭാഗത്തിലേക്ക് പോയതാണ്, തനിക്ക് കിട്ടിയ ആഭരണങ്ങളൊക്കെ ഊരി വെച്ചു. അപ്പോൾ അവിടെ ജോലിക്ക് എന്നിരുന്നൊരു സഹോദരി എന്നെ കാണാൻ വന്നു. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു, ഇങ്ങനെ എന്തു ഭക്തിയാണെന്നറിയാമോ ആ സഹോദരിക്ക്, എല്ലാം ഊരി വെച്ചു, എല്ലാം വേണ്ടെന്ന് വെച്ചു. ഞാൻ അവളോട് പറഞ്ഞു, എങ്കിലൊരു കാര്യം ചെയ്യ്, നീ അവരോട് ചെന്നിട്ട് ആ ഊരി വെച്ച ആഭരണങ്ങൾ നിങ്ങൾക്ക് വേണ്ടല്ലോ, അതെനിക്ക് തന്നേക്ക് എന്നൊന്ന് പറഞ്ഞു നോക്ക്. കൊടുക്കുമോ? ഇല്ല. കാരണം ഇതൊന്നും നമ്മൾ കൈവിടുന്നില്ല. ഇതൊക്കെ ഒരു പാർഷ്യലായിട്ടുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ മാറ്റിവെക്കുക. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആഭരണം അണിയാതിരിക്കുന്നു എന്നുള്ളതുകൊണ്ടോ, വില കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നു എന്നുള്ളതുകൊണ്ടോ, ഒരു വസ്ത്രമേ ഞാൻ ധരിക്കുന്നു എന്നുള്ളതുകൊണ്ടോ സ്വർഗ്ഗപ്രാപ്തിക്ക് കാര്യമായിട്ടുള്ള കാര്യമൊന്നും അല്ലത്. എന്നെ നിയന്ത്രിക്കുന്നതിന്, ജഡികാഭിലാഷങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഇവയൊന്നും ഗുണകരമല്ല. പിന്നെ എന്തിനൊക്കെ ഇതൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇത് നമുക്കൊരു ആത്മബോധമൊക്കെ ഉണ്ടാവും, അത്രയൊക്കെ ഉള്ളൂ. അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഈ വസ്ത്രം മാറിയ ശേഷം, ഇങ്ങനെയൊക്കെ ആയ ശേഷം എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്, ഇതിലൊന്നും ഒരു കാര്യമില്ലല്ലോ, മര്യാദയ്ക്ക് കിടന്നാൽ മതിയായിരുന്നു. സാധാരണക്കാരായി ജീവിക്കുമ്പോൾ അസാധാരണമായ ദൈവിക ബോധത്തിൽ ജീവിക്കാൻ കഴിയലാണ് പ്രധാനം. സാധാരണ മനുഷ്യർ ഒരു പ്രത്യേകതയില്ല, പക്ഷേ ജീവിതം ക്രിസ്തുവിലാണ്. അവർക്ക് ജീവിതം ക്രിസ്തുവിലാകുക എന്നുള്ളതാണ് പരമപ്രധാനം. അതുകൊണ്ട് ആഭരണങ്ങളെ സംബന്ധിച്ച ഭയവും വേണ്ട, ആഭരണങ്ങളെ സംബന്ധിച്ച് താല്പര്യവും വേണ്ട, നിഷേധവും വേണ്ട. അത് ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കട്ടെ. പക്ഷേ നാം ജീവിതത്തിൽ എങ്ങനെ ക്രിസ്തുവിൻ്റെ സ്നേഹവും കാരുണ്യവും പ്രസരിപ്പിക്കുന്നു, എങ്ങനെ വിശ്വാസത്തിൽ അടിയുറയ്ക്കുന്നു, എങ്ങനെയാണ് ക്രിസ്തുവായിട്ട് മാറാനുള്ള നമ്മുടെ പ്രയത്നം, അവിടെയാണ് പ്രശ്നം. യേശുക്രിസ്തുവിനെ പോലെ യേശുക്രിസ്തുവിനെ ധരിക്കുന്നു എന്നൊരു ഭാവത്തിൽ ജീവിക്കാൻ പറ്റൂ. നിങ്ങൾ ഏത് ആഭരണം ധരിച്ചാലും നിങ്ങൾ ധരിക്കുന്നത്, ഹൃദയത്തിൽ ധരിക്കുന്നത് ക്രിസ്തുവിനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം അത് പ്രകാശിപ്പിക്കും. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്, നാം ഇത്തരം പ്രലോഭനങ്ങളാണ് ഇവയൊക്കെ, ഇവയിൽ വീണു പോകരുത്. ഞാനല്ല ഇത് പറഞ്ഞത്, പൗലോസ്ലീഹയാണ്. കാര്യം ഇതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഷാഢ്യങ്ങൾ പലപ്പോഴും നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അബദ്ധങ്ങളിലാണ്. കേരളത്തിൽ ജീവിക്കുന്ന നമ്മൾ കേരളത്തിൻ്റെ സാംസ്കാരിക തനിമയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കും. സാധാരണഗതിയിൽ വീട് നിർമ്മിക്കുന്നതും വസ്ത്രങ്ങൾ ധരിക്കുന്നതും ആഭരണങ്ങൾ ധരിക്കുന്നതും ഒക്കെ ഒരു സാംസ്കാരികമായ ബന്ധത്തിനകത്താണ്. സാംസ്കാരികമായി ഈ ബന്ധത്തെ ക്രിസ്തുവിൽ പൂർത്തിയാക്കാൻ, അല്ലെങ്കിൽ സാംസ്കാരിക അനുരൂപണം നടത്താൻ നമുക്ക് സാധ്യമാകേണ്ടത് ജീവിതം വഴിയാണ്, പ്രയോഗം വഴിയാണ്. അപ്പോൾ ഇതിന് ഉദാഹരണമായിട്ട് ഈ പറഞ്ഞ ചോദ്യം ഉന്നയിച്ച വ്യക്തി പറഞ്ഞൊരു കാര്യം, സീസറിനുള്ളത് സീസറിന് കൊടുക്കുക എന്ന കാര്യമാണ്. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 22-ാം അധ്യായത്തിൽ 15-ാം തിരുവചനത്തിലും, വിശുദ്ധ മർക്കോസ് സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 14-ാം തിരുവചനത്തിലും, വിശുദ്ധ ലൂക്കോസ് സുവിശേഷത്തിൽ 20-ാം അധ്യായത്തിൽ 22-ാം തിരുവചനത്തിലും നമുക്ക് ഈ ഭാഗം കാണാം. ഇപ്പോൾ സീസറിന് നികുതി കൊടുക്കണമോ എന്നൊരു ചോദ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വരിക. ഇനി ആ ചോദ്യം ഉന്നയിക്കപ്പെടുന്ന സാഹചര്യം ആദ്യമേ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു വചനം വായിക്കുമ്പോൾ ആ വചനം മാത്രം പിക്ക് ചെയ്തെടുക്കാതെ അതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളും കൂടി നമ്മൾ പരിശോധിക്കണം. യഹൂദർക്ക് അസൂയുണ്ട് യേശുവിനോട്, അപ്പോൾ എങ്ങനെയെങ്കിലും വാക്കിൽ കൊടുക്കണം. 2 അധികാരങ്ങളാണ് അന്ന് യഹൂദർക്കിടയിലുള്ളത്. ഒന്ന് മതപരമായ അധികാരമാണ്, അത് യഹൂദമതത്തിൻ്റെ പുരോഹിതന്മാരുടെ അധികാരമാണ്. 2 രാജാധികാരമാണ്. രാജാധികാരം സീസറിൻ്റെ കൈവശമാണ്. യഹൂദ അധികാരമുള്ളത് യഹൂദ റബ്ബിമാരുടെ കയ്യിലാണ്, അല്ലെങ്കിൽ മഹാപുരോഹിതന്മാരുടെ കയ്യിലാണ്. അപ്പോൾ ഈ 2 അധികാരങ്ങൾക്ക് മധ്യയാണ് ജീവിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ യഹൂദർക്ക് അസൂയ തോന്നുമ്പോൾ ഇവൻ എങ്ങനെയെങ്കിലും വാക്കിൽ കൊടുക്കണം.
രണ്ട് തരത്തിലാണ് കൊടുക്കാൻ പറ്റുക. ഒന്നുകിൽ ഇവൻ ദൈവമാണെന്ന് പറയുന്നതിലൂടെ ഇവൻ ദൈവനിഷേധം പറയുന്നു എന്ന നിലയ്ക്ക് അവനെ പിടികൂടാൻ പറ്റണം. മറ്റൊന്ന്, ഇവൻ രാജാധികാരത്തിനെതിരാണെന്ന് വരണം. അപ്പോൾ മാത്രമേ ശിക്ഷിക്കാൻ പറ്റൂ. യഹൂദർക്ക് വിധിക്കാൻ പറ്റും, പക്ഷെ ശിക്ഷിക്കണമെങ്കിൽ രാജാധികാരം വിചാരിക്കണം. സീസറാണ് അധികാരി. അപ്പോൾ സീസറിനെതിരാണ് ഒരുവൻ എന്ന് വന്നാൽ അവനെ നിയമം ശിക്ഷിക്കും. അപ്പോൾ അതിന് കൊടുക്കാൻ വേണ്ടി ഒരു ചോദ്യമായിട്ട് വിടുകയാണ് യഹൂദർ. അപ്പോൾ അതുകൊണ്ട് യേശുവിനെ ശിക്ഷിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ സീസർ വിചാരിക്കണം. അപ്പോൾ യേശുവിൻ്റെ ഏതെങ്കിലും പ്രബോധനത്തിൽ ഏതെങ്കിലും ഒരു വാക്കിനകത്ത് സീസറിനെതിരായൊരു വാക്ക് വരുന്നുണ്ടോ എന്നാണ് അവരുടെ പരിശോധന. അതിനുവേണ്ടിയാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഈശോ പറയുന്നത് യുക്തിപരമായ ഒരു കാര്യമാണ്. ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്, നിങ്ങളൊരു ധനാറ കൊണ്ടുവരുവിൻ. അതാണ് സീസറിൻ്റെ നാണയം. അപ്പോൾ റോമാ നാണയം ധനാറയാണ്. ഒരു ധനാറ കൊണ്ടുവരിക. പുരോഹിതന്മാരുടെ നാണയം ഷെക്കലാണ്. ദേവാലയത്തിൽ ഷെക്കലാണ് ആവശ്യം. ധനാറയാണ് ഇവിടെ യേശു ആവശ്യപ്പെടുന്നത്. സീസറിൻ്റെ രൂപവും ലിഖിതവും അതിനകത്തുണ്ട്. ഈ നാണയം കൊണ്ടുവരുമ്പോൾ യേശു ചോദിക്കുന്നുണ്ട്, ഇതിലെ രൂപവും ലിഖിതവും ആരുടേതാണ്? അത് സീസർ പുറപ്പെടുവിച്ച നാണയമാണ്. അതുകൊണ്ട് സീസറിൻ്റെ രൂപം അതിനകത്തുണ്ട്, ലിഖിതവും അതിനകത്തുണ്ട്. അപ്പോൾ അത് കാണിക്കുമ്പോൾ യേശു പറയും, സീസറിനുള്ളത് സീസറിന് കൊടുക്കുക, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക. ഇതാണ് സാമാന്യഗതിക്ക് നമുക്ക് പറയാവുന്ന ഒരു ഉത്തരം. അപ്പോൾ അവിടെ യേശു പറഞ്ഞത് നാണയം ഉണ്ടാക്കിയത് അല്ലെങ്കിൽ നാണയത്തിൻ്റെ അധികാരം സീസറിൻ്റെ വശമാണ്. അതുകൊണ്ട് അത് സീസറിന് കൊടുക്കുക, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക. അവർ ചോദിച്ച ചോദ്യം എന്താണ്? സീസറിന് നികുതി കൊടുക്കുന്നത് ന്യായമാണോ എന്നാണ്. ഇപ്പം ന്യായമല്ലെന്ന് യേശു പറഞ്ഞാൽ, സീസറിന് നികുതി കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ യേശു രാജ്യദ്രോഹിയാവും. അപ്പോൾ സീസർ ശിക്ഷിച്ചോളും. അതാണ് ഉദ്ദേശം. ഈ യേശു ജ്ഞാനത്തിൻ്റെ വചനത്തിലൂടെയാണ് ഉത്തരം പറയുന്നത്. സീസറിനുള്ളത് സീസറിന് കൊടുക്കുക, അതിലെ രൂപവും ലിഖിതവും സീസറിൻ്റെതാണ്. ഇത് ഒരു ഭാഗം. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവർക്ക് തർക്കിക്കാൻ കഴിയില്ല, അവർ ഉത്തരം മുട്ടിപ്പോയി. ഇതാണ് ഒരു ഭാഗം. ഇനി ആത്മീയമായൊരു കാര്യം ആ ഭാഗത്ത് നമ്മൾ ചിന്തിക്കണം. അപ്പോഴാണ് നമുക്കത് ഉപകാരപ്പെടുക. നമ്മളെപ്പോഴും പറയുന്നുണ്ടല്ലോ, ഈ കാര്യം പറഞ്ഞുകൊണ്ട് നമുക്കെന്താ മെച്ചമുള്ളത്? നമ്മളിത് പലപ്പോഴും തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്. അതായത് സീസറിനുള്ളത് സീസറിന് കൊടുക്കുക, ലോകത്തിനുള്ളത് ലോകത്തിന് കൊടുക്കുക, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക എന്ന നിലയ്ക്ക് നമ്മൾ വ്യാഖ്യാനിക്കും. അപ്പം നമുക്കിതെങ്ങനെ ഉപകാരപ്പെടുക? ഇതിനകത്ത് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഈ നാണയത്തിലുള്ള രൂപവും ലിഖിതവും ആരുടേതാണ്? അത് അയാളുടെ സ്വന്തമാണ്, അത് അയാൾക്ക് കൊടുക്കുക. ഇനി ചോദിക്കട്ടെ, നമ്മുടെ അകത്തുള്ള രൂപവും ലിഖിതവും ആരുടേതാണ്? നമ്മുടെ അകത്തുള്ള രൂപം ദൈവത്തിൻ്റെ രൂപമാണ്, ക്രിസ്തുവിൻ്റെ രൂപമാണ്. നമ്മുടെ അകത്തുള്ള ലിഖിതം ദൈവവചനമാകുന്ന ക്രിസ്തുവാണ്. നാം ക്രിസ്തുവിനുള്ളവരാണ്. ആ വചനം നമുക്ക് പ്രയോഗക്ഷമമാകേണ്ടത് ഇങ്ങനെയാണ്. നിന്റെ അകത്തുള്ള രൂപവും ലിഖിതവും ആരുടേതാണ്? അത് ദൈവത്തിൻ്റെതാണ്. എങ്കിൽ അത് ദൈവത്തിനുള്ളതാണ്. അങ്ങനെ ദൈവത്തിനുള്ളതാണ് എന്ന ബോധ്യത്തിൽ നമ്മൾ ജീവിക്കണമെന്നാണ് ഈ വചനം ശരിക്കും നമ്മെ പഠിപ്പിക്കുന്നത്. അത് ഈ ആഭരണവുമായി കൂട്ടിക്കുഴച്ചും ഈ ലോകത്തുള്ള മുദ്രകളുമായി കൂട്ടിക്കുഴച്ചും നമ്മൾ ചിന്തിക്കരുത്. സീസറിനെ അവിടെ കാണുന്നത് ലോകരാജ്യത്തിൻ്റെ ആളായിട്ടാണ്. നാം ലോകത്തിലാണ് ജീവിക്കുന്നത്, പക്ഷെ നാം ലോകരാജ്യത്തിൻ്റെതല്ല. സീസറിൻ്റെ രാജ്യത്തിൻ്റെ നാണയത്തിൻ്റെ പുറത്താണ് സീസറിൻ്റെ ലിഖിതവും രൂപവും ഉള്ളത്. നമ്മൾ ദൈവരാജ്യത്തിൻ്റെ മക്കളാണെങ്കിൽ നമ്മുടെ അകത്തുള്ള രൂപവും ലിഖിതവും ദൈവത്തിൻ്റെതാണ്, ക്രിസ്തുവിൻ്റെതാണ്. ദൈവവചനമാകുന്ന ക്രിസ്തുവാണ് നമ്മുടെ ലിഖിതം. അതുകൊണ്ട് നാം ദൈവത്തിനുള്ളവരാണ് എന്ന ബോധത്തിൽ ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ ദൈവത്തിനുള്ളവരാണെങ്കിൽ നാം എങ്ങനെയാണ് വ്യയം ചെയ്യപ്പെടേണ്ടത്? നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുന്നതിലൂടെയാണ് നമുക്ക് ദൈവരാജ്യത്തിൻ്റെ ലക്ഷ്യത്തിനനുസരിച്ചുള്ള നാണയമായിട്ട് മാറാൻ കഴിയുക. വിശ്വലറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ചിന്തിക്കേണ്ടതുണ്ട്, നമ്മൾ പറയുന്ന വചനം യഥാർത്ഥത്തിൽ വ്യക്തിപരമായി നമുക്കെങ്ങനെ ഗുണകരമാകും, അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കാൻ കഴിയുക എന്ന ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത്. ഇതിന് 100 കാര്യങ്ങൾ ഇനിയും പറയാൻ കഴിയും. സമയദൈർഘ്യം മൂലം നമുക്ക് മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. മറ്റു ചോദ്യങ്ങളുണ്ട്, അവയ്ക്കൊക്കെ ഉത്തരം പറയാം. ഇത് പ്രത്യക്ഷത്തിൽ നമുക്ക് തെറ്റിദ്ധാരണജനകമായ ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നത്. നമ്മൾ ഈ ഭൂമിയിൽ നിർമ്മിക്കുന്നവയൊക്കെ ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവുമായ മനുഷ്യൻ്റെ പ്രവൃത്തി മൂലമാണ്. അപ്പം നമ്മൾ എഴുതുന്നൊരു വാക്ക്, ആ വാക്കിലൂടെ തിന്മ പ്രസരിക്കപ്പെടും എന്ന് ചിന്തിച്ചാൽ വാസ്തവത്തിൽ നമ്മൾ അബദ്ധത്തിലാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മളൊരു ചിഹ്നം വരച്ച് വെച്ചാലോ, നമ്മളേതെങ്കിലും ചിത്രം സൂക്ഷിച്ചാലോ, നമ്മളേതെങ്കിലും ആഭരണം അണിഞ്ഞാലോ നന്മ വരുമെന്ന് വിചാരിച്ചാലും തിന്മ വരുമെന്ന് വിചാരിച്ചാലും യഥാർത്ഥത്തിൽ അബദ്ധമാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു ക്രൂശിത രൂപമുണ്ട്. ക്രൂശിത രൂപത്തിലേക്ക് മിഴി ഉയർത്തുകയും ആ ക്രൂശിത രൂപത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും
ദൈവത്തിൻ്റെ സാന്നിധ്യ ബോധത്തിലേക്ക് വരികയും ചെയ്താൽ മാത്രമേ ആ ക്രൂശിത രൂപം നിങ്ങൾക്ക് ഉപകാരപ്രദമാകൂ. നിങ്ങൾ കണ്ടിട്ടില്ലേ, കടകളിൽ നിരവധി ക്രൂശിത രൂപങ്ങൾ ഇരിപ്പുണ്ട്. അവിടെ ഇരിക്കുന്നയാൾക്ക് അത് വിൽക്കുക എന്നതല്ലാതെ അതൊന്നും അയാളുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമല്ല, ഉപകാരം ചെയ്യില്ല. 100 ക്രൂശിത രൂപങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുള്ളൊരു കടയിൽ അതിൻ്റെ ഉടമസ്ഥൻ ഇരിക്കുന്നത് അത് വിൽക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രമാണ്. ആ ക്രൂശിത രൂപത്തിൽ നിന്ന് ഒരു നന്മയും പ്രതീക്ഷിച്ചിട്ടല്ല. അയാൾക്കത് ഗുണകരമല്ല. നിങ്ങളുടെ വീട്ടിൽ യേശുവിൻ്റെ രൂപമുണ്ടെങ്കിൽ, യേശുവിൻ്റെ ചിത്രമുണ്ടെങ്കിൽ അത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ക്രിസ്തു ഇവിടെയുണ്ടെന്ന കാര്യമാണ്. അങ്ങനെ യേശുവിലേക്ക് നോക്കാനും യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാനും കഴിയുമ്പോഴാണ് ജീവിതാനുഭവമായിട്ട് മാറുക. നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ആഭരണങ്ങളോ വസ്തുക്കളോ ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ അവയൊക്കെ നോക്കി നിങ്ങൾ ഭയക്കാൻ തുടങ്ങിയാൽ അതിലൊക്കെ പിശാചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. ഇടവക നവീകരണ ധ്യാനങ്ങളിൽ ഭവന സന്ദർശനമുള്ള ധ്യാനങ്ങളുണ്ട്, മിഷൻ ധ്യാനങ്ങൾ. അങ്ങനെയുള്ള ധ്യാനങ്ങൾ നടത്തുമ്പോൾ നമ്മൾ വീടുകളിൽ പോകും. അപ്പോൾ അവിടെ വിശുദ്ധ ഗ്രന്ഥം ഒന്ന് എടുക്കാൻ പറയുമ്പോൾ അതെടുത്തിട്ട് കയ്യിലേക്ക് തരും. അതങ്ങ് തുറക്കുമ്പോൾ തന്നെ നമ്മൾ തുമ്മാൻ തുടങ്ങും. കാരണം പൊടി പിടിച്ചിരിക്കുകയാണ്, വായിച്ചിട്ടില്ല. വായിക്കപ്പെടാതെ പോകുന്ന വിശുദ്ധ ഗ്രന്ഥം എന്ത് നന്മ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടിരുന്ന വിചാരിക്കണേ. ഒരിക്കലും കത്തിക്കാത്തൊരു മെഴുകുതിരി നിന്ന് പ്രകാശം കിട്ടൂ. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളിതിനെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ വീട്ടിലുള്ള ഒരു ആഭരണമോ ഒരു ആയുധമോ നിങ്ങൾക്ക് പലതരത്തിൽ ഉപയോഗിക്കാം. നിങ്ങളുടെ വീട്ടിലൊരു കത്തിയുണ്ട്, അത് മനുഷ്യരെ കുത്താൻ ഉപയോഗിക്കുന്നതാകുമ്പോൾ മോശമാകും, കറിക്കരിയുമ്പോൾ നല്ലതാണ്. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഇവയൊക്കെ കാണുന്നത്, ലോകത്തെ കാണുന്നത് എന്നതാണ് പരമപ്രധാനം. ചോദ്യം ചോദിച്ച ചോദ്യകർത്താവിൻ്റെ വായടയ്ക്കുക എന്നതല്ല ഈ മറുപടി പറച്ചിലിൻ്റെ ലക്ഷ്യം. നമ്മൾ എന്തിനാണ് ഇങ്ങനെ തർക്കം ഉണ്ടാകുന്ന അല്ലെങ്കിൽ അസ്വസ്ഥത ഉണ്ടാകുന്ന ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നത്? അത് ആ ചിന്തയിലൂടെ നമ്മൾ പുരോഗമിക്കാനാണ്. അങ്ങനെ പുരോഗമിച്ച് യഥാർത്ഥ സത്യത്തിലേക്ക് എത്തിച്ചേരാനാണ്. അങ്ങനെ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. ഏറ്റവും പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഈ വീഡിയോകൾ കാണുന്നതും പ്രചരിപ്പിക്കുന്നതും സബ്സ്ക്രൈബ് ചെയ്യുന്നതും ഒക്കെ വലിയ സ്നേഹത്തോടെ കാണുന്നു. കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അതൊരു സുവിശേഷ പ്രവർത്തനമാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.